ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എജൂമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് 2 പാർട്ട് 1 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് 1ൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സെറ്റ് 2ലെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് റെപ്പോസിറ്ററീസ് ഇൻ ദി അക്കാഡമിക് ലാൻഡ്സ്കേപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് റെപ്പോസിറ്ററിയുടെ മെയിൻ പർപ്പസ്? റെപ്പോസിറ്ററീസ് നമുക്കറിയാം അല്ലേ, എന്താണ്? നമ്മൾ ഈ സബ്ജക്റ്റ് തന്നെ ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അതിൽ പഠിക്കുന്നതും നമ്മൾ അതിൽ മനസ്സിലാക്കിയതൊക്കെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അക്കാഡമിക്സ് പെർസ്പെക്റ്റീവിൽ എന്താണ് റെപ്പോസിറ്ററീസിൻ്റെ പർപ്പസ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് റെപ്പോസിറ്ററീസ്? റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്കറിയാലോ, അത് ഒരു കളക്ഷൻ, ഒരു ശേഖരണമാണ് അല്ലേ. ഓൺലൈൻ കളക്ഷൻസിനെ നമുക്ക് റെപ്പോസിറ്ററീസ് എന്ന് പറയാം. എന്തിൻ്റെ? അക്കാഡമിക് പർപ്പസിലാവുമ്പോൾ എന്താ ഉണ്ടാവുക? റിസർച്ച്, പ്രബന്ധങ്ങൾ, ആർട്ടിക്കിൾസ്, തിസീസ്, അങ്ങനത്തെ ഒരുപാട് എഡ്യൂക്കേഷനുമായിട്ടും അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ കളക്ഷനാണ് എവിടെ ഉണ്ടാവുക? റെപ്പോസിറ്ററിയിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ? അത് ഷെയർ ചെയ്യാൻ പറ്റും, നമുക്കത് സെർച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നോളജ് ഷെയറിങ് ആൻഡ് സ്റ്റോറിങ് പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ബേസിക് ഐഡിയ മനസ്സിലാക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ശരിക്കും പഠിക്കുക. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെർച്ച് എൻജിൻ സ്പെഷ്യലൈസസ് ഇൻ ഇൻഡെക്സിങ് സ്കോളർലി ആർട്ടിക്കിൾസ് ആൻഡ് തിസീസ്? ഒരുപാട് സെർച്ച് എൻജിൻ നമ്മൾ പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾസും അതേപോലെ തിസീസും ഒക്കെ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള, സ്റ്റോർ ചെയ്തിട്ടുള്ള, ശേഖരിച്ച് വെച്ചിട്ടുള്ള സെർച്ച് എൻജിൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് അക്കാഡമിക് റിലേറ്റഡ് സെർച്ച് എൻജിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ. ഗൂഗിൾ സ്കോളർ, പബ്മെഡ്, IEEE എക്സ്പ്ലോറർ, അങ്ങനെ പലതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് പറയുന്നത് ഗൂഗിൾ സ്കോളറാണ്. ഗൂഗിൾ മാത്രമല്ല, ഗൂഗിൾ സ്കോളർ അത് വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഗൂഗിൾ സ്കോളറാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായില്ല? അതിൽ തിസീസ് ആവട്ടെ അല്ലെങ്കിൽ സ്കോളറിലെ ആർട്ടിക്കിൾസ് ആവട്ടെ, എന്ത് കാര്യങ്ങളും റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കിട്ടും. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫീച്ചർ ഓഫ് ഗൂഗിൾ സ്കോളേഴ്സ് സൈറ്റേഷൻ ട്രാക്കിംഗ്? സൈറ്റേഷൻ നമുക്ക് എന്താ അറിയാം അല്ലേ. അത് ഗൂഗിൾ സ്കോളറിൻ്റെ വാട്ട് ഈസ് ദ പ്രൈമറി ഫീച്ചർ ഓഫ് ഗൂഗിൾ സ്കോളേഴ്സ് സൈറ്റേഷൻ ട്രാക്കിംഗ്. സൈറ്റേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ സ്കോളറിൻ്റെ സൈറ്റേഷൻ ട്രാക്കിംഗ് എന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഗൂഗിൾ സ്കോളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്കോളർ കിട്ടും. ഇത് 1 മാർക്കിന് എഴുതേണ്ടതല്ല കേട്ടോ, പക്ഷേ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തരാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലേഖനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വരും. മനസ്സിലായല്ലോ? അത് വേറെ എത്ര ആളുകൾ എൻ്റെ ലേഖനങ്ങൾ വേറെ എത്ര ആളുകൾ അവരുടെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇവിടെ സൈറ്റഡ് ബൈ 3 എന്ന് കണ്ടില്ലേ? അപ്പോൾ അതേപോലെ കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ സ്കോളറിൻ്റെ പ്രത്യേകത. ഓക്കെ. അപ്പോൾ ഗൂഗിൾ സ്കോളറിൻ്റെ മാത്രമല്ല, ഒരുപാട് അക്കാഡമിക് സെർച്ച് എഞ്ചിനൊക്കെ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ സൈറ്റേഷൻ ട്രാക്കിംഗ് എന്ന ഫീച്ചർ എന്താണ് സംഭവം? അത് മെയിൻ ഫീച്ചർ എന്താണ്? സൈറ്റഡ് ബൈ ഓപ്ഷനാണ്. എത്ര ആളുകൾ സൈറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ. 3 പേര് എൻ്റെ ആർട്ടിക്കിൾ സൈറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കാണാൻ പറ്റും. എത്ര പേര്, എത്ര സമയം, എത്ര ആളുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അതാണ് സൈറ്റേഷൻ ട്രാക്കിംഗ് എന്നുള്ളതിൻ്റെ ആ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വിസിബിൾ വെബ് ആൻഡ് ഇൻവിസിബിൾ വെബ്? വിസിബിൾ വെബും ഇൻവിസിബിൾ വെബും 2 ടൈപ്പ് വെബ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. ഇതിൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതാണ് ചോദ്യം. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിസിബിൾ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിലോ മറ്റോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള കണ്ടൻറ്റുകൾ, വെബ്, അതാണ് വിസിബിൾ വെബ് എന്ന് പറയുന്നത്. അതിലെ കണ്ടൻറ്റുകൾ നമുക്ക് ഈസിലി കാണാൻ പറ്റും, ഈസിലി കണ്ടെത്താൻ പറ്റും. സാധാരണ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ SGOയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SGOയുടെ വെബ്സൈറ്റ് വരും, SGOയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും. എജൂമിയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എജൂമിയുടെ ഡീറ്റെയിൽസ് വരും. അതാണ് വിസിബിൾ വെബ്. മനസ്സിലായല്ലോ? ഇൻവിസിബിൾ വെബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും, നമുക്ക് കാണാത്ത, ഡയറക്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടാത്ത, കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് ഡാറ്റ ഉണ്ടാവും.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആധാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ ആധാർ നമ്പർ ഓഫ് ഇന്ന ആൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുമില്ല. അത് വെബ്സൈറ്റിൽ ഉണ്ട്. ഡയറക്റ്റ് ഒരാൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമില്ല. ഇപ്പോൾ നിങ്ങളുടെ SGOE ലോഗിൻ, നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ്, എക്സാം രജിസ്ട്രേഷൻ, ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽ, അതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്. പക്ഷേ അത് പുറത്തുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കിട്ടുമില്ല. ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമില്ല. അപ്പോൾ അത് ഡയറക്റ്റ് ഇൻഡെക്സിങ് ചെയ്യാത്ത കണ്ടൻറ്റുകളാണ് അല്ലേ. അതാണ് ഇൻവിസിബിൾ വെബ് എന്ന് പറയുക. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒന്ന് വിസിബിൾ ആണ്, ആർക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. മറ്റൊന്ന് ഇൻവിസിബിൾ ആണ്, എല്ലാവർക്കും കിട്ടില്ല എന്നർത്ഥം. അത് ശരിക്ക് 500 ടൈംസ് കൂടുതലാണ്. മനസ്സിലാക്കാമല്ലോ. കാരണം നിങ്ങളുടെ ഓരോരുത്തരും ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും കിട്ടില്ല. ഓക്കെ. പക്ഷേ ഡയറക്റ്റ് നമുക്ക് പബ്ലിക്കിൽ കാണുന്ന കണ്ടൻറ്റുകൾ മാത്രമേ സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് വെബ് പേജ്. വെബ് പേജ് ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളുകളൊക്കെ പഠിച്ച ലാംഗ്വേജ് തന്നെയാണ് ഏതാണ്, HTML അല്ലേ. പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. മനസ്സിലായല്ലോ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. വാട്ട് ഇൻ്റർഫേസ്, 6th one, വാട്ട് ഇൻ്റർഫേസ് in an LMS allows administrators to manage courses and track learners' progress. LMSൽ ഒരുപാട് പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടുണ്ട്. LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിൽ പല ടൈപ്പ് യൂസേഴ്സിൻ്റെ പല ടൈപ്പ് കാറ്റഗറി ഉണ്ടാവും. അതിൽ കോഴ്സ് മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ ലേണേഴ്സിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, അവരുടെ എക്സാം മാർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുക, അത് പുതിയ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ഇൻ്റർഫേസിനെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആ ഇൻ്റർഫേസിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ആ ഒരു വ്യൂവിനെ പറയുന്ന പേര് അഡ്മിൻ വ്യൂ എന്നുള്ള. മറ്റു പല ടൈപ്പ് യൂസേഴ്സ് വ്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ അഡ്മിൻ വ്യൂ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. LMSൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ LMSനെ കുറിച്ച് ഒരു ബേസിക് ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരു മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും 4 മാർക്കിന് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ. എന്താണ് LMS എന്തിനു ഉപയോഗിക്കുക? ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, ക്ലാസ്സുകൾ ഡെലിവർ ചെയ്യുക ഓൺലൈനിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക, അതിന് റിസൾട്ട് കാണാൻ പറ്റുക, ഓൺലൈനിൽ കോസ്റ്റ് എഫക്റ്റീവാണ്, അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാർക്കിനനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മാർക്കിനൊക്കെ എഴുതുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. LMS ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡെലിവർ ഓൺലൈൻ കണ്ടൻറ്റ്. മനസ്സിലായല്ലോ. ഇനി കൂട്ടത്തിൽ പറയുക ആണെങ്കിൽ എജൂമിയുടെ ക്ലാസ്സുകൾ നിങ്ങളൊക്കെ കാണുന്നവരാണ്. യൂട്യൂബിൽ മറ്റൊക്കെ ഒരുപാട് കുട്ടികൾ എജൂമിയുടെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പല ടൈപ്പ് ക്ലാസ്സുകൾ, ഈ ഇൻഫർമാറ്റിക്സിൻ്റെ മാത്രമല്ല, ഏത് ഈ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടേതോ അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടേതോ മറ്റോ ഡിഗ്രി ക്ലാസ്സുകൾ, അല്ലെങ്കിൽ TTC, സ്പോക്കൺ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ UGC നെറ്റ്, SLC ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ട്യൂഷൻസ്, അങ്ങനെ പല വിധത്തിലുള്ള കോഴ്സുകൾ, ക്ലാസ്സുകളൊക്കെ നമ്മൾ എജൂമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളോ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 9048220785 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഒപ്പം നിങ്ങളുടെ നമ്മുടെ എജൂമിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ളതും മറ്റുമൊക്കെയുള്ള കോഴ്സുകൾ കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എജൂമി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ക്ലാസ്സുകളുണ്ട്, മെൻറ്റർഷിപ്പുകളുണ്ട്, ഫുൾ ടൈം മെൻറ്റർഷിപ്പ് ഉണ്ട്, അതേപോലെ ഷോർട്ട് നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് അതുണ്ട്, PPT ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നുണ്ട്, സിംപ്ലിഫൈഡ് നോട്ടുകൾ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ പിന്നെ ഹാർഡായിട്ടുള്ള വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ നോട്ടുകളുണ്ട്, അതേപോലെ തന്നെ മലയാളം ചില സബ്ജക്റ്റുകളൊക്കെ മലയാളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അതും, എല്ലാ സബ്ജക്റ്റുകളല്ല, മലയാളത്തിൽ ആവശ്യമുള്ള സോഷ്യോളജി പോലെയുള്ള ഇപ്പോൾ ഇൻഫർമാറ്റിക്സ് ആൻഡ് അക്കാഡമിക്സ് പോലെയുള്ള ചില സബ്ജക്റ്റുകളൊക്കെ മലയാളത്തിലും അതിന് നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് തുടരാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ്
വിച്ച് ഈസ് പോപ്പുലർ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന പോപ്പുലറായിട്ടുള്ള അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളതാണ് അല്ലേ. IBMൻ്റെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. SPSS, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസസ്. അപ്പോൾ ഇതാണ് ഒരു പല സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അനാലിസിസ് സോഫ്റ്റ്വെയർസ് പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്, IBM ആണ് ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് SPSS. ക്ലിയർ ആയല്ലോ. ഇതിലൂടെ നമുക്ക് ഡയഗ്രാംസ് കാണാനും വിഷ്വലൈസേഷൻ നടത്താനൊക്കെ പറ്റും. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ആർ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് അല്ലേ, ഒരു പ്ലാറ്റ്ഫോമാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പ്ലാറ്റ്ഫോമാണ്. സ്റ്റാൻഡ് ഫോർ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ. എന്താണ് ആർ? അപ്പോൾ ആർ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. ഇതിനുപയോഗിക്കുക അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, ഗ്രാഫുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിഷ്വലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളടുത്ത് കുറേ ഡാറ്റ ഉണ്ട്, കുറേ ടാബിളുകളും ഡാറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ ഫോം നമുക്ക് കാണണം, ഡയഗ്രാംസ് കാണണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കോഡ് ഉപയോഗിച്ചുകൊണ്ടും മറ്റൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്? ആർ ലാംഗ്വേജ്, ആർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ അലോസ് ഫോർ കൊളാബറേഷൻ വിത്ത് അതർ റിസർച്ച് ഓൺലൈൻ അല്ലേ. പ്രധാനപ്പെട്ടൊരു സോഫ്റ്റ്വെയർ ആണെന്ത്? മെൻ്റലി നമ്മൾ ക്ലാസ്സിലൊക്കെ അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മെൻ്റലി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളൊരു ആർട്ടിക്കിൾ, നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ അതിന് താഴെ നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിളാണ് മുമ്പ് പഠിച്ചത്, മുമ്പ് വായിച്ചത്, അതൊക്കെ നമ്മളിവിടെ അവരെ അക്നോളജ് ചെയ്യേണ്ടി വരും, അവരെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇന്ന ലേഖനങ്ങൾ നമ്മൾ വായിച്ചു, അതിവിടെ ഞാൻ സൈറ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അക്കാഡമിക് റെഫറൻസ് മാനേജ്മെൻറ്റ് ടൂളാണ് മെൻ്റലി എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ടൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോട്ടറോ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എൻഡിനോട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ക്ലാസ്സുകൾ, മെൻ്റലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, ഇതിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക, അതൊക്കെ നമ്മുടെ ഈ ഇൻഫർമാറ്റിക്സിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെയുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ 10th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 5 ക്വസ്റ്റ്യൻ പാടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ കോയിൻഡ് ദ ടേം മൂക്ക്. മൂക്ക് നമ്മൾ പറഞ്ഞു അല്ലേ, മാസീവ് ഓൺലൈൻ കോഴ്സാണ്. അപ്പോൾ ആരാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തതെന്നുള്ളതാണ്, ആരാണ് ഈ ഒരു ടേം കൊണ്ടുവന്നത്. അപ്പോൾ ഇദ്ദേഹമാണ്, ഈ ഒരു മഹാവ്യക്തിത്വമാണ് ഡേവ് കോർമിയർ ആണ് 2008 മൂക്ക് എന്നുള്ള ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു, മൂക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് എന്തായാലും എക്സാമിന് ചോദ്യങ്ങൾ വരും. നെയിം 1 പോപ്പുലർ മൂക്ക് പ്ലാറ്റ്ഫോം. ഒരുപാട് പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു 8-10 പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലേ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ എഴുതാം. സ്വയം മനസ്സിലായാലും. വേറെയും പ്ലാറ്റ്ഫോം ഉണ്ട്, എഡെക്സ് ഉണ്ട്. എഡെക്സ് പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ കോഴ്സറ പഠിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് യുഡമി, അങ്ങനെ പല പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും അപ്പോൾ ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് എഴുതിയാൽ മതി. എന്നാലും 3 പഠിച്ച് വെക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതാം. 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 എഴുതാം. അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതാൻ പറ്റും. ഇതിൻ്റെ ഡിഫറൻസൊക്കെ നമ്മൾ ചാർട്ട് രൂപത്തിൽ, ഡിഫറൻസ് ഒരു ടേബിൾ രൂപത്തിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് ഡസ് ദി മോട്ടോ എനിവൺ എനി ടൈം എനിവേർ സിഗ്നിഫൈ ഇൻ ഓൺലൈൻ ലേണിംഗ്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ. ഇതിൽ തന്നെ അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓൺലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും എവിടെയും എപ്പോഴും, അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ആർക്കും എവിടെയും എപ്പോഴും ഏത് സമയത്തും എവിടെ വെച്ചിട്ടും എങ്ങനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, എങ്ങനെയും അവൈലബിൾ ആകുക എന്നുള്ളതാണ് ഈ ഒരു എനിവൺ എനി ടൈം എനിവേർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 വേ ഓൺലൈൻ ലേണിംഗ് ഈസ് കൺസിഡർ എക്കോ ഫ്രണ്ട്ലി. എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എപ്പോഴാണ്? പരിസ്ഥിതി സൗഹൃദമായിട്ട് നമുക്ക് ഓൺലൈൻ ലേണിങ്ങിന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലേ. ഓൺലൈനാകുമ്പോൾ ഒരുപാട് ഓഫ്ലൈനിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് പരിസ്ഥിതി മലിനീകരണങ്ങളും മറ്റൊന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂവല്, വണ്ടി, പെട്രോൾ അടിച്ച് പോകേണ്ടി വരും, ബസ്സിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ പൊല്യൂഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫാനിൻ്റെ എനർജി, അതുമായിട്ട് ബന്ധപ്പെട്ട കൺസപ്ഷൻസ്, അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ ഒഴിവാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം ഈ രീതിയിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഡു ഓട്ടോമാറ്റഡ് ക്വിസസ് ഇൻ ഓൺലൈൻ ലേണിംഗ് പ്രൊവൈഡ്? അല്ലേ.
എന്താ ഉത്തരം വരിക? ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓൺലൈൻ ലേണിങ്ങിൽ ഓട്ടോമാറ്റിക് ക്വിസ് ആകുമ്പോൾ പല ടൈപ്പ് ക്വിസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓട്ടോമാറ്റിക് ക്വിസ് ആകുമ്പോൾ നമ്മൾ ക്വിസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്കുകൾ അപ്പോൾ തന്നെ മാർക്ക് എത്രയാണ്, ഏതൊക്കെയാണ് ഫെയിൽഡായത്, ഏതൊക്കെയാണ് എറേഴ്സ് വന്നതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. എവിടെ? ഓട്ടോമാറ്റിക് ക്വിസൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ. മനസ്സിലായല്ലോ? ഓഫ്ലൈൻ ആണെങ്കിലും മറ്റുമൊക്കെ നമുക്കത് അതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞ് സമയം എടുക്കും അല്ലേ? ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഓർക്കുക, ഇത് 1 മാർക്കാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 2, 4, 15 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒപ്പം ആർക്കെങ്കിലും മെറ്റീരിയൽസോ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് കോഴ്സിലൊക്കെ എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.